ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. എന്താ വിഷമിച്ചിരിക്കുന്നത്? ഓണമായിട്ട് സ്വപ്ന ജയിലല്ലേന്ന് ഓർക്കുമ്പോ സഹിക്കുന്നില്ല മോനെ. അവൾ ഒരുപാട് തെറ്റുകൾ ചെയ്താണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ അവളുടെ അമ്മയായി പോയില്ലേ. വിഷമിക്കാതിരിക്കാൻ പറ്റുമോ? അതിനെല്ലാം കാരണം ഇവളാണെന്ന് ഓർക്കുമ്പോ കുറച്ചൊന്നുമല്ല എനിക്ക് ദേഷ്യം വരുന്നത്. ജീവിതത്തിൽ ഇതുവരെ ചെയ്ത തെറ്റിന് സ്വപ്നയ്ക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് അവള് ജയിക്കാൻ വേണ്ടി എന്ത് തെറ്റ് ചെയ്യാനും മടിയില്ലാത്തവളായിട്ട് മാറിയത്. സ്വപ്നയ്ക്ക് സ്വന്തം തെറ്റുകൾ തിരിച്ചറിഞ്ഞ് നന്നാവാനുള്ള അവസരം ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. ഇനി അവൾ അതിന് തയ്യാറായില്ലെങ്കിൽ അവള് കുറേയേറെ അനുഭവിക്കേണ്ടി വരും. ജയിലിൽ കിടന്ന് അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇനി അവൾക്ക് വേറെ എന്ത് സംഭവിക്കാനാ? ഇനിയും നന്നായില്ലെങ്കിലേ അതിലും വലിയ ശിക്ഷകള് അവളെ കാത്തിരിക്കുന്നുണ്ടാവും. നിങ്ങൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് വഴക്കുകൂടാതെ ഓണം ആഘോഷിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കേ. നിനക്കെന്താ വല്ല വട്ടുണ്ടോ? എന്റെ മോള് ജയിലിൽ കിടക്കുമ്പോ ഞങ്ങൾ എങ്ങനെയാ ആഘോഷിക്കുക? എല്ലാ കുടുംബങ്ങളിലും ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ എന്ന് കരുതി അവർ ഓണം ആഘോഷിക്കാതിരിക്കുന്നുണ്ടോ? ആ പ്രശ്നങ്ങളെല്ലാം മാറ്റിവെച്ച് നല്ലൊരു ഭാവി ഉണ്ടാവും എന്ന പ്രതീക്ഷ മനസ്സിലുണ്ടാവണം. ഈ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ നമ്മൾ എന്തായാലും ഓണം ആഘോഷിക്കണം. ഈ വീട്ടിലെ കാര്യങ്ങള് നീയാണോ തീരുമാനിക്കുന്നത്? അതിന് ഇത് എന്റെ തീരുമാനം അല്ലല്ലോ. ഗിരിയേട്ടനാ ഓണം ആഘോഷിക്കണമെന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞ ശരിയല്ലേ ഗിരിയേട്ടാ? മഞ്ജു പ്രഗ്നന്റ് അല്ലേ? ഈ സമയത്ത് നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ശരിയല്ലല്ലോ. എന്ന് കരുതി നമ്മൾ ആരെങ്കിലും ഓണം ആഘോഷിക്കാനുള്ള അവസ്ഥയിലാണോ ഉള്ളത്? മഹിമയെ പോലീസ് തേടിക്കൊണ്ടിരിക്കുക. അവൾ എന്തെങ്കിലും അപകടത്തിൽ പെടുവെന്നുള്ള പേടിയില്ല ഞാൻ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഞാൻ എങ്ങനെയാ ഓണം ആഘോഷിക്കുന്നത്?